ജഗൻ താരയുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെയിൻ അങ്ങോട്ട് വരുന്നിടത്തായിരുന്നു മുന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. താര സെയിനോട് പറഞ്ഞ് റെസ്റ്റ് റൂമിലോട്ട് പോയി. അവൾക്ക് അവിടെ ഇരുന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയിനും ജഗനും മാത്രമായി. താരയെക്കുറിച്ച് ജഗൻ പറയുന്നത് അവളൊരു ഇന്ത്യൻ ബാർബി ഡോളിനെ പോലെ ക്യൂട്ടാണെന്നാണ്. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ആരാടോ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവാന്നും അവൻ ചോദിച്ചു. അത് ശരിയാ, നിന്നെ പോലുള്ളവന്മാരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്റെ തെറ്റാ. അപ്പൊ ജഗൻ പറഞ്ഞു, നീ താരയുടെ അടുത്ത് അതിന് സീരിയസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. അത് സെയിന് ഇഷ്ടായില്ല. സെയിന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൻ സ്ട്രെയിറ്റ് ആയി അവനോട് ചോദിച്ചു താരയോട് എന്താണ് സംസാരിച്ചതെന്ന്. ജഗൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാവം കുട്ടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു, ഞാൻ അവൾക്ക് കമ്പനി കൊടുത്തതാ. പക്ഷേ സെയിന് അതത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവസാനം ജഗൻ പറഞ്ഞു അവൻ താരനോട് ഫ്ലേർട്ട് ചെയ്തുന്ന്. അവളെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് തോന്നി. പക്ഷെ അവള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നോട് അങ്ങനെ സംസാരിച്ചൊന്നുമില്ല, ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. സെയിൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് അവന്റെ മുഖത്ത് തന്നെ കാണാം. അത് മനസ്സിലാക്കി ജഗൻ പറഞ്ഞു, എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലും ഇതന്നെയല്ലേ ചെയ്യാ. പിന്നെ അവൻ സെയിനോട് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിന്റെ പ്ലാൻ വർക്കായ ശേഷം താരയ്ക്ക് എന്താ പിന്നെ സംഭവിക്കാന്ന്. നീ കൗശിയുടെ ഒപ്പം ആയിരിക്കും, അപ്പൊ താരയ്ക്ക് ആരാ? അതിന് സെയിൻ പറയുന്നു താര ഓക്കെ ആയിരിക്കും, അവള് സ്റ്റഡീസ് ഒക്കെ ആയി ബിസി ആയിക്കോളും. പക്ഷേ ജഗൻ അത് സമ്മതിക്കുന്നില്ല. ബ്രേക്കപ്പിന് ശേഷം പെൺകുട്ടികൾ വളരെ വൾണറബിൾ ആയിരിക്കും, അപ്പോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. അത് കേട്ട് സെയിൻ ചോദിക്കുന്നുണ്ട്, അപ്പോ ആ സമയത്ത് എൻട്രി എടുക്കാനാണോ നിന്റെ പ്ലാൻ എന്ന്. ട്രൈ ചെയ്ത് നോക്കണം, പക്ഷെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് ജഗൻ പറഞ്ഞു. അതേസമയം താരയ്ക്ക് അവിടുന്ന് പോയാ മതിയെന്നായിട്ടുണ്ടായിരുന്നു. സെയിനോട് പറഞ്ഞിട്ട് ഇപ്പോഴേ ഇറങ്ങിയാലോ എന്നായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ എന്തായാലും ഇതുവരെ ആയില്ലേ, ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞു പോവാന്ന് തീരുമാനിച്ചു. പുറത്തേക്ക് വരുന്നതിനിടെ അവള് കൗശിനെയും നിതിനെയും ഓൾമോസ്റ്റ് കണ്ടതായിരുന്നു. താരയുടെ അടുത്തുനിന്ന് ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് നിതിനും കൗശിയും തമ്മിൽ ഒരു ചെറിയ മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തന്നെയാണ് കൗശിയുടെ ബോയ് ഫ്രണ്ട് ഗൗതം വിളിക്കുന്നത്. അവള് ക്ലബിലേക്ക് വന്നത് അവൻ അറിയില്ലായിരുന്നു. കൗശി ക്ലബിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് കോൾ എടുത്തത്. ഗൗതം അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് വീടിന്റെ അടുത്ത് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതാണെന്നാണ് അവള് പറഞ്ഞത്. ഫോണിൽ കൂടെ മ്യൂസിക്കിന്റെ സൗണ്ട് ഗൗതം കേട്ടു. അതോടെ രണ്ടാളും തമ്മിൽ അടിയായി. കൗശി അവനെ ചീറ്റ് ചെയ്യാണെന്നാണ് ഗൗതം വിചാരിക്കുന്നത്. തിരിച്ചു സെയിന്റെയും ജഗന്റെ അടുത്തെത്തിയ താരനോട് ജഗൻ താരയ്ക്ക് സെയിനെ ഇഷ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. പക്ഷെ താര അതിനൊരു പ്രോപ്പർ മറുപടി ഒന്നും കൊടുത്തില്ല. പകരം അത് സെയിൻ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നാണ് അവള് പറയുന്നത്. അപ്പോഴാണ് താരയ്ക്ക് ശാലുമയുടെ കോള് വന്നത്. സംസാരിക്കാൻ അവള് പുറത്തേക്ക് പോയി. താര ലേറ്റ് ആവോ ഓക്കെ അല്ലേ എന്നൊക്കെ അറിയാനായിരുന്നു ശാലുമ വിളിച്ചത്. താരയുടെ പുറകെ ജഗനും വന്നിട്ടുണ്ടായിരുന്നു. അവളോട് മാപ്പ് പറയാനായിട്ടായിരുന്നു അവൻ വന്നത്, ഫ്ലേർട്ട് ചെയ്തതിന്. അവള് സെയിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞ ഉടനെ അവൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തെന്നും അവൻ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് താര പറയുന്നത്, നീ ശരിക്കും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്നാണ്. അതിനുശേഷം ജഗൻ വളരെ സീരിയസ് ആയി അവളോട് പറയുന്നുണ്ട്, എനിക്ക് കള്ളം പറയുന്നവരും ചീറ്റ് ചെയ്യുന്നവരും ഇഷ്ടമല്ല. സെയിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും നമ്മൾ നമ്മളോട് ട്രൂത്ത്ഫുൾ ആയിരിക്കണല്ലോ എന്നവൻ പറഞ്ഞു. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് താരയ്ക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. പക്ഷെ അവൻ പറഞ്ഞത് അവളെ ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ സെയിനെ കുറിച്ചാണോ എന്ന് താരയ്ക്ക് ഫുൾ കൺഫ്യൂഷനായി. ഇക്കാര്യത്തില് രണ്ടാളും കണക്കാണല്ലോ. പിന്നീട് താര സെയിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ സെയിൻ ശാലുമ ശരിക്കും ആരാണെന്ന് ചോദിച്ചു. താരയ്ക്ക് ശാലുമ അവളുടെ അമ്മേനെ പോലെയായിരുന്നു. അവരാണ് താരേനെ കുഞ്ഞായിരുന്ന കാലം തൊട്ട് വളർത്തിയത്. പക്ഷെ അമ്മയെ പോലെ എന്ന കൺസെപ്റ്റ് സെയിന് ഇഷ്ടായില്ല. അപ്പൊ സെയിന്റെ മറ്റൊരു ഫ്രണ്ട് ആറ് അവിടേക്ക് വരുന്നുണ്ട്. ആറും അവരുടെ കൂടെ ഒരുമിച്ചാണ് കോളേജിൽ ഒരുപാട് തവണ താരയെ കണ്ടിട്ടുള്ളതാണ് അവൻ. പക്ഷെ ഈ രൂപത്തിൽ കണ്ടിട്ട് അവൻ ആദ്യം തിരിച്ചറിയുന്നില്ല. താരേനെ കണ്ടിട്ട് അടുത്ത ആളും ഫ്ലാറ്റായി. അവനിങ്ങനെ താരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഗൻ വന്നിട്ടാണ് അത് നിർത്തിയത്. ആറും ജഗനും തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. സെയിൻ എന്തായാലും താരനെ പാർട്ടിക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ബെറ്റ് തോറ്റതില് ആറ് ഹാപ്പി ആയിരുന്നത്. രണ്ടാളും മാറി മാറി താരോട് ഫ്ലേർട്ട് ചെയ്തോണ്ടിരുന്നു. എന്താണ് ഒരു മര്യാദയൊക്കെ വേണ്ടെന്ന് താര തമാശയായിട്ട് ചോദിച്ചു. അപ്പൊ ജഗൻ താരനോട് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു, അവരിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരാണെന്ന്. താരയ്ക്ക് അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ മൂന്നുപേരും ഒരുപോലെ കണക്കാണെന്നാണ് അവളുടെ അഭിപ്രായം. പിന്നീട് എല്ലാവരും ചേർന്ന് ദി ഐക്കോണിക് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചു. ഞാൻ പ്രതീക്ഷിച്ച പോലെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. താരയുടെ ടേൺ വന്നപ്പോൾ ജഗൻ അവളോട് ഡാൻസ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ താരയും സെയിനും ഒരുമിച്ച് ഒരു ഡാൻസ് കളിച്ചു. രണ്ടാളും നന്നായി എൻജോയ് ചെയ്താണ് ഡാൻസ് ചെയ്തത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ജഗൻ അത് നിർത്തിച്ചു. അതിനുശേഷം രാത്രി അവര് വീട്ടിലേക്ക് പോയി.
ആസ് എ റെസ്പോൺസിബിൾ ബോയ് ഫ്രണ്ട് ലേറ്റ് ആവണേന് മുന്നേ താരനെ വീട്ടിലാക്കണം എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സെയിൻ തന്നെയാണ് താരയെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത്രയും ഡ്രിങ്ക് ചെയ്ത ഒരാള് കാർ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. നല്ല റെസ്പോൺസിബിൾ ബോയ് ഫ്രണ്ട്. പോണ വഴിക്ക് സെയിൻ താരയോട് ജഗൻ എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. താരയ്ക്ക് അത് കേട്ടിട്ട് ചിരിയാണ് വന്നത്. നീ ഇങ്ങനെ ജലസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് താര പറഞ്ഞു. ഓഹോ, എന്നാ വേണ്ട പറയണ്ടെന്ന് സെയിനും പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം സെയിൻ താരയെ ഡോറ് വരെ കൊണ്ടാക്കി. അവിടെ ആദ്യമായിട്ട് സെയിൻ മനസ്സ് തുറന്ന് താരയോട് സംസാരിച്ചു. ഇന്ന് ആരെങ്കിലും നിന്നെ കോംപ്ലിമെന്റ് ചെയ്യോ നിന്നെ നോക്കുകയോ ചെയ്യുന്നത് പോലും എനിക്ക് ഇഷ്ടാവണുണ്ടായിരുന്നില്ല. അത് ഞാനുണ്ടല്ലോ എന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. മുഴുവൻ സമയവും ഞാൻ നിന്റെ സേഫ്റ്റിയെ കുറിച്ചാണ് ചിന്തിച്ചത്. എനിക്ക് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യണേ. അതുകൊണ്ട് ഈ ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. താര അവനോട് ചോദിക്കുന്നത് ഇതൊക്കെ നാളെയും ഓർമ്മയുണ്ടാവോന്നാണ്. സെയിൻ സത്യസന്ധമായി പറഞ്ഞു, അറിയില്ല, ചിലപ്പോ ഈ പറഞ്ഞതെല്ലാം ഞാൻ റിഗ്രറ്റ് ചെയ്തുന്നും വരാമെന്ന്. കളി കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സെയിൻ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോവായിരുന്നു. പോണ വഴിക്ക് അവന്റെ കണ്ണൊന്നടഞ്ഞതും വണ്ടി ആക്സിഡന്റ് ആയി. 3 മണിക്കൂറിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ബോബി അവന്റെ അടുത്തുണ്ടായിരുന്നു. അച്ഛനോട് പറയണ്ടാന്ന് അവൻ ബോബിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ബാക്കി വണ്ടിയുടെ റിപ്പയറും ഇൻഷുറൻസും എല്ലാം ബോബി ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ താരയുണ്ടായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായപ്പോ സെയിൻ വിളിച്ചതും താരേനെ ആയിരുന്നു. അവളാണ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ അതൊന്നും സെയിൻ ഇപ്പൊ ഓർമ്മ ഉണ്ടായിരുന്നില്ല. സെയിൻ ആ അവസ്ഥയിൽ കണ്ടപ്പോ താര ശരിക്കും പേടിച്ചു പോയിരുന്നു. എന്നെ വീട്ടിലിറക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ആ വഴി വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് താര സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ കുടിച്ചു ബോധമില്ലാണ്ട് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയി, അത്ര മതി. വെറുതെ അതിന്റെ ഇടയിൽ ഡ്രാമയുടെ ആവശ്യമില്ല. ബോബി എല്ലാ ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് അങ്ങോട്ട് വന്നു. സെയിൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. അത് കേട്ട് സെയിൻ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് ബോബി പറഞ്ഞു. ബ്രെയിൻ ഇല്ലാന്നാണോ പറഞ്ഞതെന്ന് സെയിന് ഡൗട്ടായി. അപ്പൊ ബോബി ക്ലിയർ ചെയ്തു, അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞതെന്ന്. ഇതിന്റെ ഇടയ്ക്കാണ് അവരുടെ കോമഡി. അപ്പൊ തന്നെ സെയിനെ ഡിസ്ചാർജ് ചെയ്തു. താര അവനോടൊപ്പം വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, നീ ഒരു ചെറിയ കുട്ടീനെ പോലെയാണെന്നാണ് അവള് പറയുന്നത്. അവൻ ഓക്കെ ആണെന്ന് തെളിയിക്കാൻ സെയിൻ താരനെ എടുത്തിട്ടാണ് കാറിലേക്ക് കൊണ്ടിരുത്തിയത്. കാറിൽ കയറിയതും താര ഉറങ്ങി. നല്ല ആളാ പേഷ്യന്റിനെ നോക്കാൻ പോണേ. വീട്ടിലെത്തിയ ശേഷം സെയിൻ അവളെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. ഇപ്പൊ തന്നെ ആക്സിഡന്റിൽ നിന്ന് പുറത്തു വന്ന ആളെ കൊണ്ട് ഇത്രയും സ്ട്രെയിൻ ചെയ്യാണ്ടിരിക്കാൻ താര വരാത്തതായിരുന്നു നല്ലത്. അവൾ ഉറങ്ങുന്നത് കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്ന ശേഷം സെയിൻ അവളുടെ നെറ്റിയിൽ ഒരു കിസ് കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത്. അടുത്ത ദിവസം രാവിലെ സെയിൻ എണീക്കുന്നതിന് മുമ്പ് താര എണീറ്റിട്ടുണ്ടായിരുന്നു. ബോബി കുക്ക് ചെയ്യുമ്പോൾ അവള് ബോബിനോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സെയിൻ അങ്ങോട്ട് വരുന്നത്. വന്നതും അവൻ താരനോട് ചോദിക്കുന്നത് നീ എന്താ ഇവിടെ പോയില്ലേന്നാണ്. അതിന് താര തമാശയായിട്ട് പറയുന്നത് വേറെ ആരെങ്കിലും വരണുണ്ടാവും, അതുകൊണ്ടാണോ എന്നെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നതെന്നാണ്. അത് കേട്ട് സെയിൻ പെട്ടെന്ന് അവളോട് ഷൗട്ട് ചെയ്തു, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഇവിടെ കൊണ്ടുവരും, അതിന് ഞാൻ നിന്നെ പേടിക്കണോ എന്നാണ് അവൻ ചോദിച്ചത്. ആ വാക്കുകൾ താരയെ വല്ലാതെ ഹേർട്ട് ചെയ്തു. അപ്പൊ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. ബോബി അപ്പൊ സെയിനോട് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അതാണ് അവൾക്ക് നല്ലത് എന്നാണ് സെയിൻ മറുപടി പറയുന്നത്. അതിന് ബോബി പറയുന്നത് നമ്മളെ സത്യസന്ധമായി കെയർ ചെയ്യുന്ന ആളുകളെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. താരയെ പോലെ ഇത്ര നല്ലൊരു പെൺകുട്ടീനെ സെയിന് വേറെ ഒരിക്കലും കിട്ടില്ല എന്ന് ബോബി പറഞ്ഞു. പിന്നീട് ജഗനും സെയിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആക്സിഡന്റിനെ കുറിച്ച് സംസാരിച്ച ശേഷം അവൻ പറയുന്നത് നിനക്ക് ശരിക്കും താരേനെ അകറ്റി നിർത്തണമെങ്കിൽ സത്യം പറഞ്ഞാൽ മതി, കൗശിക്ക് വേണ്ടിയാണ് ഇതെല്ലാം തുടങ്ങിയെന്ന്. പക്ഷെ സെയിൻ അതൊരിക്കലും പറയാൻ പറ്റില്ലായിരുന്നു. അതേസമയം താര ആകെ തകർന്ന പോലൊരു അവസ്ഥയില് മഴയത്ത് നിൽക്കായിരുന്നു. ഷാലുമ അവളെ കാണാതെ ടെൻഷനായിട്ട് നിതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിതിൻ ഇതിനകം സെയിന്റെ ആക്സിഡന്റിനെ കുറിച്ച് അറിയായിരുന്നു. കാരണം സെയിനെ ചികിത്സിച്ചത് നിതിന്റെ ക്ലിനിക്കിലായിരുന്നു. താര സെയിന്റെ വീട്ടിലായിരിക്കും കരുതി അവൻ അവിടെ പോകുന്നതിനിടയിലാണ് മഴയത്ത് നിൽക്കുന്ന താരനെ കണ്ടത്. അവൻ താരയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. താര ഫ്രഷ് ആയ ശേഷം അവര് പണ്ട് പോകാറുണ്ടായിരുന്ന അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നിതിൻ താരനെ കൊണ്ടുപോയി. ആദ്യം താര ഓരോന്ന് ആലോചിച്ചാണ് നടന്നിരുന്നത്. പക്ഷെ പതിയെ അവൾ എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ജയന്റ് വീൽ, മെറി ഗോ റൗണ്ട്, അതെല്ലാം താരയുടെ മൂഡ് നല്ലപോലെ മാറ്റി. നിതിൻ താരയ്ക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു. അടുത്ത ദിവസം കൗശിയും താരയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൗശി താരയോട് അവളുടെ അമ്മയുടെ ഫാഷൻ ഷോ ഉണ്ട്, അതിന് സെയിനൊപ്പം വരണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം താര പറഞ്ഞു അവൻ ഫ്രീ ആണോന്ന് അറിയില്ല. അപ്പോഴാണ് സെയിൻ അവിടെ എത്തി അവൻ ഫ്രീ ആണെന്ന് പറയുന്നത്.
സെയിൻ താരയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. നീ എന്തോ ഒരു കോളോ മെസ്സേജോ ഒന്നും ചെയ്യാഞ്ഞെന്ന് അവൻ ചോദിച്ചു. അതിന് നിനക്കെന്താന്നാണ് താര ചോദിക്കുന്നത്. നിനക്കും വിളിക്കായിരുന്നല്ലോ, എന്താ ചെയ്യാഞ്ഞെന്ന് ചോദിച്ചു. അതവൻ അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് അവനും പറഞ്ഞു. കൗശിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ സീരിയസ് ആവണുണ്ടെന്ന് താരയ്ക്ക് മനസ്സിലായി. ഇനിയും മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അവളെല്ലാം നിർത്താന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോ സെയിൻ അവളെ പിടിച്ചു നിർത്തി. സെയിൻ മനസ്സ് തുറന്ന് അവളോട് സംസാരിച്ചു. അവന്റെ അമ്മ മരിച്ചതിനു ശേഷം അവനോട് ആരും ഇങ്ങനെ സംസാരിക്കാനോ കെയർ ചെയ്യാനോ ഉണ്ടായിട്ടില്ല. താരയും അവനെ വിട്ടു പോകുന്നുള്ള ഭയമാണ് അവന്. അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവൾ അവന്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. അപ്പോഴാണ് താരയ്ക്ക് അന്ന് അവൻ അങ്ങനെ പെരുമാറിയതിന്റെ കാരണം മനസ്സിലായത്. താര അവനോട് പറഞ്ഞു, ഇല്ല സെയിൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിനക്കെന്നെ വേണ്ടാന്ന് തോന്നുന്നത് വരെ. ഇനി നീ പറ, ഞാൻ എന്താ വേണ്ടതെന്ന്. സെയിൻ താരയോട് പോവരുതെന്ന് പറഞ്ഞു. രണ്ടാളും അടുത്തേക്ക് വന്നു. ഓൾമോസ്റ്റ് കിസ് ചെയ്യാറായപ്പോ സെയിൻ പെട്ടെന്ന് നിർത്തി. ക്ലാസ്സിന് സമയമായി, ബാക്കി പിന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. വൈകുന്നേരം സെയിൻ താരയെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് കൗശി അവന്റെ അടുത്തേക്ക് വന്നത്. മുന്നൊക്കെ ഫാഷൻ ഷോയ്ക്ക് വരാൻ പറഞ്ഞ അതൊക്കെ പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാന്ന് പറഞ്ഞ് ഒഴിയുന്ന ആളായിരുന്നു അവൻ. അപ്പൊ ശരിക്കും അവന് താരേനെ ഇഷ്ടാണെന്ന് കൗശി അവനോട് ചോദിച്ചു. അവൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്നും കൗശി പറഞ്ഞു. പിന്നെ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് സെയിന്റെ ബാൻഡേജ് അഴിഞ്ഞു. അത് ശരിയാക്കാൻ കൗശി സെയിന്റെ അടുത്തേക്ക് നിന്നു. അപ്പോഴാണ് താര അവിടെ എത്തുന്നത്. പിന്നീന്ന് കാണുമ്പോൾ അവര് കിസ് ചെയ്യുന്ന പോലെയായിരുന്നു. അത് കണ്ട താര ആകെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത 2 എപ്പിസോഡ്സ് നാളെ തന്നെ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.